CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരായ വിമർശനങ്ങളിൽ ആശങ്കയോടെ CPM സംസ്ഥാന നേതൃത്വം. ആലോചന സമ്മേളനങ്ങളിൽ രൂക്ഷ വിമർശനങ്ങളാണ് മുന്നിൽ കണ്ട് എന്തായാലും സാധ്യത മുന്നിലുണ്ട്. ഈ രൂക്ഷ വിമർശനങ്ങളെല്ലാം ഈ ആലോചന യോഗങ്ങളിൽ വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതെ, എന്തായാലും വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. അതേപോലെ തന്നെ CPM-ന്റെ ആദ്യ ജില്ലാ സമ്മേളനം ചേർന്നതും കൊല്ലത്താണ്. പക്ഷേ ഈ കൊല്ലത്ത് തന്നെയാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരായി വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത്. പാർട്ടി ഇപ്പോൾ ഭയപ്പെടുന്നു മറ്റു ജില്ലകളിലും സമാനമായ നിലയിൽ വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്ന്. അങ്ങനെ തന്നെയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പാർട്ടി നോക്കുന്നത്. കാരണം CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. പാർട്ടിക്കുള്ളിൽ വിമതചേരികൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിച്ചു. പ്രധാനമായും ഏരിയ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒക്കെ നടന്ന സമയത്ത് പാർട്ടി നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ കൃത്യസമയത്ത് ജനങ്ങളുടെ പക്കലിലേക്ക് എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പാർട്ടി പ്രവർത്തകർ നേരിട്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യം, സമ്മേളനങ്ങളിൽ നേതാക്കൾ എത്തുന്ന സമയത്ത് നേരിട്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ആക്ഷേപങ്ങളും ഉയരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. അങ്ങനെ പാർട്ടി ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് CPM നേതൃത്വം പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ പാർട്ടിക്കുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ CPM-ന് സാധിച്ചിരുന്നുവെങ്കിൽ ഇത് പാർട്ടി വിട്ട് പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് ഈ ഒരു വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്ക് CPM എത്തുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പാർട്ടി ഇതുവരെ കാണാത്ത സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നു എന്നതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് CPM-ലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് CPM വിട്ട് BJP-യിലേക്ക് CPM നേതാക്കൾ എത്തുന്ന സാഹചര്യം ഉൾപ്പെടെ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അണികൾക്കിടയിൽ വലിയ അമർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ ഏരിയ സമ്മേളനങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ ഉയർന്നു കണ്ടത് തന്നെയാണ്. അതിന് സമാനമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിലും ഉണ്ടായത്. നേതാക്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ, സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് ചില നേതാക്കളെങ്കിലും പരോക്ഷമായി അല്ലെങ്കിൽ പരസ്യമായി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കൊല്ലം ജില്ലാ സമ്മേളനം എത്തുന്നു. ഒപ്പം നമുക്ക് നേരത്തെ അറിയാം, ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ സമാന്തര CPM ഓഫീസ് വരെ പാലക്കാട് തുടങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് CPM നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മാസം 20 മുതൽ 23 വരെയാണ് കോവളത്ത് വെച്ചാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആ ജില്ലാ സമ്മേളനത്തിലും ഇത്തരം വിമർശനങ്ങൾ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് സാധിക്കുന്നത്. 14 ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതോടുകൂടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കും. കൊല്ലത്ത് വെച്ചാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുക. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കൊല്ലം തന്നെ ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ചത്. ഈ കൊല്ലം ജില്ലാ സമ്മേളനം പോലും CPM സംസ്ഥാന സെക്രട്ടറി NV ഗോവിന്ദന് നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, നേരത്തെ തന്നെ CPM-നുള്ളിൽ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം, തുടർന്ന് ഒരു അഡോക് കമ്മിറ്റിയെ നടത്തിക്കൊണ്ട് നടത്തിപ്പിനായി ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ CPM-നുള്ളിൽ വലിയ ചേരിപ്പോരുകൾക്കായിരിക്കും തുടക്കം കുറിക്കുക. കാരണം ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി വിമത CPM നേതാക്കൾ തലപൊക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ സ്വീകരിക്കുന്ന നിലപാട് അത് പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മുൻകാലങ്ങളിൽ CPM-നുള്ളിലുണ്ടായിരുന്ന അച്ചടക്കം ഇന്ന് CPM-നുള്ളിലെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ CPM-ന് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നേതാക്കൾ പണ്ട് മുൻകാലങ്ങളിലൊക്കെ CPM പ്രവർത്തകരോട് നിർദ്ദേശങ്ങൾ നൽകിയാൽ അതിനനുസരിച്ച് പ്രവർത്തകർ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേതാക്കളെ തന്നെ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് CPM പ്രവർത്തകർ എത്തുന്നു. അത് തന്നെ CPM-ന് വലിയ തിരിച്ചടിയാകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ, CPM
സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ, ഇതൊക്കെ തന്നെയായിരിക്കും വരുന്ന അടുത്ത ജില്ലാ ആലോചനാ സമ്മേളനങ്ങളിൽ എങ്ങനെയാണ് ഇതെല്ലാം മറനീക്കി വരിക അല്ലെങ്കിൽ ചർച്ചയായി വരിക എന്നുള്ളത്. ഇതെല്ലാം ഇതിന് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും CPM എന്നുള്ളതാണ്. എത്ര കണ്ട് പുറത്തു വരും വാർത്തകളായി എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ.